ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ലാൽ കൃഷ്ണ വ്ലോഗ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഫിറ്റ്നസ് കാര്യങ്ങളാണ്. ഫിറ്റ്നസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം ജിമ്മിൽ പോകാറുണ്ട്, വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേർ ജിമ്മിൽ വന്നിട്ട് നേരെ ഓടി വന്നൊരു വെയിറ്റിലേക്ക് അങ്ങ് കയറി വെയിറ്റിട്ട് അടിക്കുക, മാക്സിമം വെയിറ്റിൽ അടിക്കുക എന്നുള്ളതാണ് പിള്ളേരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആക്ച്വലി അത് വളരെ തെറ്റാണ്. അതിൽ റാമ്പ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ഫിറ്റ്നസ്സിൽ. അത് ഫോളോ ചെയ്ത് വേണം എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. ഇത് കാണുന്ന കുറച്ച് പേർക്ക് അറിയായിരിക്കും, എന്നാൽ വലിയൊരു ഭാഗത്തിന് അറിയത്തില്ല എന്താണ് റാമ്പ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. RAMP. ഓക്കെ, ഈ റാമ്പ് പ്രോട്ടോക്കോളിൽ 6 സ്റ്റാൻഡ്സ് ചെയ്യുന്നത് റേസിംഗ് ഹാർട്ട് ബീറ്റ്. നമ്മൾ ആദ്യം ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഒരു വെയിറ്റിലേക്ക് കയറാതെ നമ്മുടെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യുക. ആക്ച്വലി നമ്മൾ രാവിലെയും വൈകിട്ടും ആയിരിക്കും മിക്കവാറും ജിമ്മുകളിൽ പിള്ളേർ വരിക. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹാർട്ട് ബീറ്റ് ഒരു നോർമൽ സ്റ്റേജിലായിരിക്കും, ചിലപ്പം ബിലോ നോർമലായിരിക്കും, ചിലപ്പോൾ നോർമൽ സ്റ്റേജിലായിരിക്കും. അപ്പം നമ്മൾ ആ നോർമൽ സ്റ്റേജിലുള്ള ഹാർട്ട് ബീറ്റിനെ ഒന്ന് റേസ് ചെയ്യുക. നമ്മൾ ആ റേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുഷപ്പ് ചെയ്യാം, ജമ്പിങ് ജാക്സ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും കാർഡിയോ മെഷീനിൽ ഇപ്പം നമുക്ക് ട്രെഡ്മില്ലിലൊന്ന് ഓടാം. അങ്ങനെ ഓടി ഒന്ന് ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യുക. അതാണ് റാമ്പിലെ R. ദ നെക്സ്റ്റ് വൺ ഈസ് A സ്റ്റാൻഡ്സ് ഫോർ ആക്ടിവേറ്റിംഗ് മസിൽസ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും, നമ്മൾ ഏത് വർക്കൗട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്പർ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഫോർ ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റിന് നമ്മൾ ചെയ്യുമ്പോൾ ചെസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, ചെസ്റ്റ് മസിലിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? നമുക്കൊരു റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ച് ആക്ടിവേറ്റ് ചെയ്യാം ചെസ്റ്റ് മസിലിനെ, അല്ലെങ്കിൽ നമുക്ക് പുഷപ്പ് ചെയ്തിട്ട് ചെസ്റ്റ് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാം. സോ നമ്മൾ ഏത് മസിലിനാണോ ചെയ്യാൻ പോകുന്നത് ആ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ആക്ടിവേറ്റിംഗ് മസിൽസ്. നമ്മുടെ റാമ്പിലെ R ഫോർ റേസിംഗ് ഹാർട്ട് ബീറ്റ്സ്, A ഫോർ ആക്ടിവേറ്റിംഗ് മസിൽസ്. ദ നെക്സ്റ്റ് വൺ ഈസ് M സ്റ്റാൻഡ്സ് ഫോർ മൊബിലൈസേഷൻ. അതായത് നമ്മൾ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ മസിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ മൊബിലൈസ് ചെയ്യണം. എങ്ങനെ മൊബിലൈസ് ചെയ്യാം? നമ്മളിപ്പോൾ അപ്പർ ബോഡി വർക്കൗട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അപ്പർ ബോഡി മാത്രം മൊബിലൈസ് ചെയ്യുക. മൊബിലൈസ് മീൻസ് ഇത് ഇങ്ങനെ തിരിക്കില്ലേ, നമ്മൾ എൽബോ ജോയിൻറ്റ്സ് എല്ലാം തിരിക്കുന്നതിനാണ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെ മൊബിലൈസ് ചെയ്യുക. അപ്പോൾ R ഫോർ റേസിംഗ് ഹാർട്ട് ബീറ്റ്സ്, A ഫോർ ആക്ടിവേറ്റിംഗ് മസിൽസ്, M ഫോർ മൊബിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻസിയേഷൻ വർക്കൗട്ട്. പൊട്ടൻസിയേഷൻ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടൊരു സംഭവം നമ്മുടെ ഏത് ബോഡി പാർട്ടാണോ നമ്മൾ ചെയ്ത്, ഇപ്പോൾ അപ്പർ ബോഡിയാണോ ലോവർ ബോഡിയിലാണോ, അപ്പർ ബോഡി ആണെങ്കിൽ ആ അപ്പർ ബോഡിക്ക് കിട്ടുന്ന പോലെ ഒരു ഹെവി ആയിട്ടൊരു സാധനം നമ്മൾ പടയും അങ്ങോട്ട് കൊടുക്കുക. അതിനെയാണ് നമ്മൾ പൊട്ടൻസിയേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ക്വാട്ട് ജമ്പ് ചെയ്യത്തില്ലേ, അത് ഒരു പൊട്ടൻസിയേഷൻ വർക്കൗട്ടാണ്. അതുപോലെ ക്ലാപ്പ് പുഷപ്പ് ചെയ്തതിനു ശേഷം ക്ലാപ്പ് ചെയ്തിട്ട് പുഷപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു സഡൻ റിയാക്ഷൻ വരുന്ന വർക്കൗട്ടിനെയാണ് പൊട്ടൻസിയേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജിമ്മിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? മസിൽ ആക്ടിവേറ്റ് ചെയ്യുക. മസിൽ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം മൊബിലൈസേഷൻ ചെയ്യാൻ. അതിനുശേഷം പൊട്ടൻസിയേഷൻ വർക്കൗട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ മെയിൻ CV കയറാവൂ, അതായത് കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റിയിലേക്ക് കയറാൻ പാടുള്ളൂ എന്നാണ് പ്രോട്ടോക്കോൾ, ഫിറ്റ്നസ് പ്രോട്ടോക്കോൾ. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. Thank you for watching. Stay tuned.